Dear students, in this video we shall discuss about the land resources. ഭൂമി വിഭവങ്ങൾ. എല്ലാ നാച്ചുറൽ റിസോഴ്സിൻ്റെയും കലവറ ഭൂമിയാണ്. ഭൂമിയിൽ നിന്നാണ് എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു മീനിങ് നോക്കുകയാണെങ്കിൽ ലാൻഡ് റിസോഴ്സസ് മീൻ ദി റിസോഴ്സസ് അവൈലബിൾ ഫ്രം ലാൻഡ്. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളെയും നമ്മൾ ലാൻഡ് റിസോഴ്സസ് എന്ന് പറയും. വിച്ച് ഇൻക്ലൂഡ് അഗ്രികൾച്ചറൽ ലാൻഡ് വിച്ച് കണ്ടെയ്ൻ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡ് വിച്ച് പ്രൊവൈഡ്സ് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ദെൻ ദി അണ്ടർഗ്രൗണ്ട് വാട്ടർ, ദി വേരിയസ് മിനറൽസ് ആൻഡ് അതർ മെറ്റീരിയൽസ്. ഇതെല്ലാം എന്താണ്? ലാൻഡ് റിസോഴ്സസിൽ വരുന്നതാണ്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി, കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ വിഭവങ്ങളും, ദെൻ ഭൂഗർഭ ജലം, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ മിനറൽസും, ഇതെല്ലാം എന്തിൽപ്പെടുത്തും? നമ്മൾ ലാൻഡ് റിസോഴ്സസിൽ പെടുത്തുന്നതാണ്. ദെൻ ഇറ്റ്സ് ദി സോഴ്സ് ഓഫ് മെറ്റീരിയൽസ് എസെൻഷ്യൽ ഫോർ മാൻ ആൻഡ് അതർ ഓർഗനിസംസ്. മനുഷ്യനും മറ്റെല്ലാ ലിവിങ് ഓർഗനിസംസും ആവശ്യമായ മെറ്റീരിയൽസ് ലഭിക്കുന്ന ബേസിക് സോഴ്സാണ് ലാൻഡ്. Then all human activities need some space and it is provided by land. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്പേസ് ആവശ്യമാണ്. ആ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഭൂമിയാണ്. എന്താണ്? മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഭൂമിയാണ്. ദെൻ നമ്മളടുത്തതായിട്ട് എന്താ? ലാൻഡ് ഡിഗ്രഡേഷൻ. കാലാകാലങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം ഭൂമിയുടെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു, തരം താഴ്ത്തപ്പെടുന്നു. ഡീഗ്രേഡ് ചെയ്യാന്നത് തരം താഴ്ത്തുക എന്നുള്ളതാണ്. ഭൂമിയുടെ ഫെർട്ടിലിറ്റി കുറയുന്നു, ഭൂമിയുടെ ഓവറോൾ ക്വാളിറ്റി കുറയും. എന്താണ് നമ്മൾ ഈ ലാൻഡ് ഡിഗ്രഡേഷൻ മീൻ ചെയ്യുന്നത്? ലാൻഡ് ഡിഗ്രഡേഷൻ റെഫേഴ്സ് ഡിറ്റീറിയേഷൻ ആൻഡ് ലോസ് ഓഫ് ഫെർട്ടിലിറ്റി ഓർ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ. അപ്പം മണ്ണിൻ്റെ വളക്കൂറും മണ്ണിൻ്റെ ക്ഷമതയും കുറയുന്നതിനെയാണ് നമ്മൾ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് ദി വാല്യൂ ഓഫ് ദി ബയോഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഈ ലാൻഡ് ഡിഗ്രഡേഷൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് എന്താ? ഹ്യൂമൻ ആക്ടിവിറ്റീസാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഭൂമിയുടെ ഉൽപ്പാദനക്ഷമതയും വളക്കൂറും കുറയുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. Now we shall discuss the reasons, causes or factors for degradation of land. എന്തൊക്കെ കാരണങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ലാൻഡിൻ്റെ ഡിഗ്രഡേഷന് കാരണമാകാവുന്നു? ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാൻ ഇൻഡ്യൂസ് ലാൻഡ് സ്ലൈഡ്സ്. മനുഷ്യനിർമ്മിതമായ ലാൻഡ് സ്ലൈഡ്സ് എന്താ? മണ്ണിടിച്ചിൽ. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് മണ്ണിടിച്ചിലിൻ്റെ ഒരു മെയിൻ റീസൺ. അപ്പോൾ ആദ്യത്തെ ഒരു ലാൻഡ് ഡിഗ്രഡേഷൻ്റെ കാരണമായിട്ട് നമ്മൾ പഠിക്കുന്നത് മാൻ ഇൻഡ്യൂസ് ലാൻഡ് സ്ലൈഡ്സ് ആണ്. എ ലാൻഡ് സ്ലൈഡ് റെഫേഴ്സ് ടു ദി സ്ലൈഡിങ് ഓർ ഡിസ്ലോഡ്ജിങ് ഓഫ് ലാർജ് മാസ് ഓഫ് റോക്സ്. എന്താ? ഒരു ലാർജ് മാസ് ഓഫ് റോക്സ്, ദെൻ മാഡ്, ട്രീസ്, പ്ലാന്റ്സ്, എവറിത്തിങ് സ്ലൈഡിങ് ഡൗൺവേഴ്സ്. അതാണ് ലാൻഡ് സ്ലൈഡ്. ദെൻ ഇറ്റ്സ് എ ഫോം ഓഫ് മാസ് വേസ്റ്റിംഗ്. എന്താ? ഒരു മാസ് വേസ്റ്റിംഗ് ആണ്. ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നതോടുകൂടി ആ ഏരിയ മുഴുവൻ ഉപയോഗശൂന്യമായിട്ട് മാറുന്നു. ഇപ്പം മനുഷ്യനിർമ്മിതമായ മണ്ണിടിച്ചിൽ. ഇപ്പം നമ്മളെന്തായി കരിങ്കൽ ക്വാറിങ് ഒക്കെ വന്നു കഴിയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മണ്ണിടിച്ചിലുണ്ടാകാറുണ്ട്. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് പെട്ടിമുടി ഒരു ഏരിയ മുഴുവൻ ഒലിച്ചുപോയി. നൂറുകണക്കിന് ആളുകൾ മണ്ണിൻ്റെ അടിയിൽ പോയി കാണും. അപ്പം ഇതെന്താണ്? മാൻ ഇൻഡ്യൂസ് ലാൻഡ് സ്ലൈഡ്സ്. Then നമ്മൾ ഈ മാൻ ഇൻഡ്യൂസ് ലാൻഡ് സ്ലൈഡ്സ് ഈസ് ലാൻഡ് സ്ലൈഡ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു ബ്രേക്കിംഗ് ഓഫ് എ പാർട്ട് ഓഫ് ഇറ്റ് ഫ്രം ഇറ്റ്സ് മെയിൻ ലാൻഡ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇപ്പം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാരണം ഒരു വലിയ ഏരിയ, അതിൻ്റെ മെയിൻ ലാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഏരിയ ഭൂമിയിൽ നിന്നും, ഒരു മെയിൻ ലാൻഡിൽ നിന്നും അത് സെപ്പറേറ്റഡ് ആയിട്ട് താഴേക്ക് ഒലിച്ചു പോകുന്നു. മാൻ ഇൻഡ്യൂസ് ലാൻഡ് സ്ലൈഡ്സ്. സോ ഇറ്റ് ഹാപ്പൻസ് മെയിൻലി ഓൺ ഹിൽസ് ആൻഡ് ഇൻ ഹില്ലി റീജിയൻസ്. പ്രധാനമായിട്ടും ലാൻഡ് സ്ലൈഡ്സ് നടക്കുന്നത് എന്താണ്? ഹില്ലി റീജിയൻസിലാണ്. ഇപ്പം വലിയ മലഞ്ചെരിവുകളിൽ
കുന്നും ചെരിവുകളിലൊക്കെയാണ് ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാറുള്ളത്. മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സ് ആണെങ്കിലും നാച്ചുറൽ ലാൻഡ് സ്ലൈഡ്സ് ആണെങ്കിലും ഉണ്ടാവാറുള്ളത്. ദെൻ ഹ്യൂമൻ മെയ്ഡ് ലാൻഡ് സ്ലൈഡ്സ് ആർ കോസ് മെയിൻലി ഡ്യൂ ടു ദി ഫോളോയിങ് കോസസ്. ഇനി മാൻ മെയ്ഡ് ലാൻഡ് സ്ലൈഡ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? വൺ ഈസ് ക്ലിയർ കട്ടിങ് ഫോർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. ക്ലിയർ കട്ടിങ് ഫോർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. ഇപ്പം മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റിന് വേണ്ടി മനുഷ്യന് താമസ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ലാർജ് ഏരിയ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഈസ് ക്ലിയർ കട്ട്. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അവിടെ ആവാസ സ്ഥലങ്ങൾ, വീടുകൾ പണിയുന്നു, വാസസ്ഥലങ്ങൾ പണിയുന്നു. ഇത് ലാൻഡ് സ്ലൈഡിന് കാരണമാവാം. സെക്കൻഡ്ലി മൈനിങ്. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മൈനിങ്ങിൽ പലപ്പോഴും ബ്ലാസ്റ്റിലൂടെയാണ് ഈ മൈനിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ ബ്ലാസ്റ്റ് നടത്തി കഴിയുമ്പോൾ ബ്ലാസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കഴിയുമ്പം വൈബ്രേഷൻ കാരണം നിയർ ബൈ ഏരിയയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകാം. അപ്പം മൈനിങ് അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സോ ഇത്രയും ലാൻഡ് ഡിഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സ് ആണ്. ആദ്യത്തെ ഒരു റീസണായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്. മനുഷ്യനിർമ്മിതമായ, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന ലാർജ് സ്കെയിൽ ലാൻഡ് സ്ലൈഡ്സ് ആണ്, മണ്ണിടിച്ചിൽ. ദെൻ രണ്ടാമത്തെ ഒരു റീസണായിട്ട് പറയുന്നത് ഇതെല്ലാം ലാൻഡ് ഡിഗ്രഡേഷൻ്റെ, മണ്ണിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനും വളക്കൂറ് കുറയുകയും പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആദ്യത്തേതാണ് മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സ്. സെക്കൻഡ്ലി സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്. മണ്ണിടിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയ താഴേക്ക് ഒലിച്ചു പോകുന്നു. അതിൻ്റെ ആ മെയിൻ ലാൻഡിൽ നിന്ന് വിട്ട് ഒലിച്ച് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള എല്ലാ വസ്തുക്കളും അത് കവർ ചെയ്യപ്പെടുന്നു, നശിപ്പിക്കപ്പെട്ടു പോകുന്നു, ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി കുറയുന്നു. പിന്നെ വലിയ ബോൾഡേഴ്സ്, റോക്സ്, മഡ്, എവരിത്തിങ്, വലിയ വൃക്ഷങ്ങൾ ഉൾപ്പെടെ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നു. സെക്കൻഡ്ലി സോയിൽ ഇറോഷൻ. അപ്പോൾ അത് മണ്ണൊലിപ്പാണ്. ഇതിൻ്റെ ഈ മേൽമണ്ണ് ഒലിച്ച് താഴേക്ക് പോകും, അല്ലെങ്കിൽ മേൽമണ്ണിൻ്റെ ഒലിപ്പിലൂടെ മേൽമണ്ണ് ഒഴുകി താഴേക്ക് പോകുന്നതോടുകൂടി അതിൻ്റെ വളക്കൂറ് നഷ്ടമാകുന്നു. സോയിൽ ഇറോഷൻ refers to loss or removal of the upper layer of the soil. മേൽമണ്ണ്, upper layer of the soil by the action of water, wind or by the activities of man. ഇപ്പം വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ കാറ്റിൻ്റെയോ മനുഷ്യൻ്റെയോ ഒക്കെ പ്രവൃത്തി കാരണം മേൽമണ്ണ് ഒലിച്ചു പോയി വളക്കൂറ് നഷ്ടമാകുന്നു. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് റിമൂവ് സോയിൽ ഫ്രം ദി ലാൻഡ്. മേൽമണ്ണ് ഇതിൻ്റെ ഭൂമിയിൽ നിന്നും അത് റിമൂവ് ചെയ്യുന്നു, മാറ്റപ്പെടുന്നു. സോ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് സോയിൽ ഇറോഷൻ. ദെൻ സോയിൽ ഇറോഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? കോസസ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഇറോഷൻ. ടൈപ്പ് ഓഫ് സോയിൽ. ഏത് തരത്തിലുള്ള സോയിലാണ്, മണ്ണാണ്. അപ്പം നമ്മൾ ഈ മണലിൻ്റെ അംശം കൂടുതലുള്ള മണ്ണാണ് എങ്കിൽ അത് ഒലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. A small grained and open structure soil erodes more than the larger grain and close structure soil. Secondly, distribution, intensity and amount of rainfall. ഒരു പർട്ടിക്കുലർ ഏരിയയിലെ മഴയുടെ വിതരണം, അതുപോലെ തന്നെ അത് എത്രമാത്രം ശക്തമായിട്ടാണ് പെയ്യുന്നത്, ഇനി എത്ര എമൗണ്ട്, എത്ര ക്വാണ്ടിറ്റിയിൽ മഴ പെയ്യുന്നു, ഇതെല്ലാം മണ്ണൊലിപ്പിന് കാരണമാകാം. Unequal distribution of rainfall results in heavy rainfall in certain period. ഈ വർഷം കേരളത്തിൽ സംഭവിച്ചത് ഹെവി റെയിൻഫോൾ ആണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു 3-4 സ്ക്വയർ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തീവ്രമായിട്ട് മഴ പെയ്യുന്നു. അതോടുകൂടി നിയർ ബൈ സ്ട്രീംസും റിവേഴ്സും എല്ലാം ഓവർഫ്ലോ ചെയ്യപ്പെടുന്നു, ഫ്ലഡ്സ് സംഭവിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴെന്താണ്, ഈ വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന ഏരിയയിലെ മേൽമണ്ണ് മുഴുവൻ അതോടുകൂടി ഒലിച്ച് നിയർ ബൈ സ്ട്രീംസിലും നദികളിലും എത്തിച്ചേരും. ഇത് ഒരു സോയിൽ ഇറോഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ദെൻ സ്ലോപ്പ് ഓഫ് ദി ഗ്രൗണ്ട്. ഇപ്പം ഭൂമിയുടെ ഘടന, ഇപ്പം ചെരിവ് പ്രദേശങ്ങളിൽ കൂടുതൽ മണ്ണൊലിപ്പിനുള്ള സാധ്യതയുണ്ട്. ദെൻ വെജിറ്റേഷൻ കവർ. ഇത് ചെരിവ് പ്രദേശങ്ങളാണെങ്കിലും ഉപരിതലത്തിൽ നാച്ചുറൽ വെജിറ്റേഷൻ ഉണ്ട്. വൃക്ഷങ്ങളും ഗ്രാസും
അതുപോലെ ക്രീപ്പേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് മണ്ണൊലിപ്പ് ഉള്ള ചാൻസ് കുറവാണ്. ബാരൻ ലാൻഡ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ മേൽമണ്ണൊലിച്ച് താഴേക്ക് പോകും. വെജിറ്റേഷൻ കവർ. ദെൻ സോയിൽ മിസ്മാനേജ്മെൻറ്റ്, ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മിസ്മാനേജ്മെൻറ്റ് ഓഫ് സോയിൽ. ഇപ്പം മനുഷ്യനെന്താണ് യാതൊരു ചിന്തയും ഇല്ലാതെ സോയിൽ മാനേജ്മെൻറ്റിന് പോകുന്നു. അവിടെ അവന് തോന്നിയ രീതിയിൽ കൃഷി നടത്തുന്നു, തോന്നിയ രീതിയിൽ വളപ്രയോഗം ചെയ്യുന്നു, വലിയ വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു, ഓവർ ഗ്രേസിങ്. ഇപ്പം വളർത്തുമൃഗങ്ങൾ എന്താണ് കൂടുതലായിട്ട് ഓവർ ഗ്രേസിങ്, പുല്ല് മുഴുവൻ നശിപ്പിച്ച് കളയുന്നു. ഇപ്പം മിസ്മാനേജ്മെൻറ്റ്, സോയിൽ മിസ്മാനേജ്മെൻറ്റ്. അൺകൺട്രോൾഡ് ഗ്രേസിങ് ഓഫ് കാറ്റിൽ, ഫോൾട്ടി മെത്തേഡ്സ്, സർഫസ് ഡ്രെയിനേജ്, ഉപരിതലത്തിലെ ഡ്രെയിനേജ് സിസ്റ്റം അത് ഫോൾട്ടിയാണ്, സോയിൽ ഇറോഷന് കാരണമാകുന്ന രീതിയിലാണ്. ദെൻ റോങ് കൾട്ടിവേഷൻ പ്രാക്ടീസസ് ആർ കോമൺ പ്രാക്ടീസസ് ദാറ്റ് അഗ്രവേറ്റ് സോയിൽ ഇറോഷൻ. ഇതെല്ലാം എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. അപ്പം രണ്ടാമത്തെ നമ്മളെന്താ സോയിൽ ഇറോഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരു 5 കാരണങ്ങളാണ്. ടൈപ്സ് ഓഫ് സോയിൽ, ഡിസ്ട്രിബ്യൂഷൻ, ഇൻറ്റൻസിറ്റി ആൻഡ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ, സ്ലോപ്പ് ഓഫ് ദി ഗ്രൗണ്ട്, വെജിറ്റേഷൻ കവർ ആൻഡ് സോയിൽ മിസ്മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ഇഫക്റ്റ് ഓഫ് സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഇഫക്റ്റ് എന്തൊക്കെയാണ്? 1 ഈസ് ലോസ് ഓഫ് ആരബിൾ ലാൻഡ്, കൃഷിഭൂമി നഷ്ടമാകുന്നു. മേൽമണ്ണ് ഒലിച്ചു പോകുന്നതോടുകൂടി ഭൂമിയുടെ ഫെർട്ടിലിറ്റി ഇല്ലാതാകുന്നു, അതോടുകൂടി പ്രൊഡക്ടിവിറ്റി കുറയുന്നു, ആ ഭൂമി കൃഷിയോഗ്യമല്ലാതായിട്ട് മാറുന്നു. സോ ലോസ് ഓഫ് ആരബിൾ ലാൻഡ്. ദെൻ സെക്കൻഡ്ലി വാട്ടർ പൊല്യൂഷൻ ആൻഡ് ക്ലോഗിങ് ഓഫ് വാട്ടർ വേസ്. ഇപ്പം മേൽമണ്ണ് ഒലിച്ചു പോകുന്നതോടുകൂടി ഈ മണ്ണിലെന്താണ് മനുഷ്യൻ്റെ പ്രവർത്തനം, കൃഷി കാരണമുള്ള ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും എല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്ന മേൽമണ്ണ് ഒലിച്ചു പോകുന്നതോടുകൂടി അത് നിയർ ബൈ സ്ട്രീംസിലെയും റിവേഴ്സിലെയും എല്ലാം വെള്ളം പൊല്യൂട്ടഡ് ആക്കുന്നു, വാട്ടർ പൊല്യൂഷൻ. അതുപോലെ തന്നെ ക്ലോഗിങ് ഓഫ് വാട്ടർ വേസ്. ഇപ്പം എന്താണ് നീർച്ചാലുകളും നദികളും ഒക്കെ എന്താണ് അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുന്നു, വാട്ടർ ക്ലോഗിങ്, വെള്ളം കെട്ടി നിൽക്കാനുള്ള കാരണമാകുന്നു. So soil eroded from agricultural lands carry pesticides, heavy metals and fertilizers which are washed into streams and major waterways. This leads to water pollution and damage to marine and freshwater habitats. അപ്പം ഈ സോയിൽ ഇറോഷൻ എന്താണ് മറൈൻ ലൈഫിനും അതുപോലെ തന്നെ ശുദ്ധജലത്തിൽ വളരുന്ന ജീവികളുടെയും എല്ലാം ലൈഫിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ സോയിൽ ഇറോഷൻ്റെ ഒരു ഇഫക്റ്റായിട്ട് വരുന്നത്. Second effect എന്താണ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ക്ലോഗിങ് ഓഫ് വാട്ടർ വേസ്. ദെൻ ദി തേർഡ് വൺ ഈസ് സെഡിമെൻറ്റേഷൻ ആൻഡ് ത്രെറ്റ് ടു അക്വാറ്റിക് സിസ്റ്റം. സെഡിമെൻറ്റേഷൻ ഇങ്ങനെ എന്താ ഈ ഒലിച്ചു പോകുന്ന മേൽമണ്ണ് അക്വാറ്റിക് നദികളിലും അതുപോലെ തടാകങ്ങളിലും ഒക്കെ പോയി അടിഞ്ഞുകൂടിയിട്ട് ഇതിൻ്റെ ആഴം കുറയുകയും അത് അക്വാറ്റിക് ലൈഫിൻ്റെ സർവൈവലിനെ എന്താണ് അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ സെഡിമെൻറ്റ്സ് മേ എൻ്റർ ദി ഫിഷ് ഗ്രിൽസ്. അതുപോലെ തന്നെ എന്താണ് ഈ മത്സ്യങ്ങളുടെ ചെകിളകൾക്കുള്ളിൽ ഈ മണലും മറ്റ് മണ്ണിൻ്റെ അംശങ്ങളും കടന്നു കയറുകയും അത് മത്സ്യങ്ങളുടെയും മറ്റ് ജലജന്തുക്കളുടെയും എല്ലാം ജീവനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ജലജന്തുക്കളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് സോയിൽ ഇറോഷൻ കാരണമാവാം. ദെൻ എയർ പൊല്യൂഷൻ എന്താണ് വായു മലിനീകരണം. ഈ ലൂസ് സോയിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ലൂസ് സോയിൽ കാറ്റടിച്ച് വായുവിൽ കലരുകയും അതോടുകൂടി വായു മലിനീകരണം കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സം ഓഫ് ദി ഡസ്റ്റ് പാർട്ടിക്കിൾസ് പ്രധാനമായിട്ടും എന്താണ് ഈ പൊടിമണ്ണ് കാറ്റിലടിച്ചുയരുന്നു. ഈ പൊടിമണ്ണ് പലപ്പോഴും ഹാംഫുൾ മെറ്റീരിയൽസ് കാണും, ഇതിൻ്റെ അകത്ത് ഹാംഫുൾ പാർട്ടിക്കിൾസ് കാണും. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും എന്താ ഒരു ഹെൽത്ത് ഹസാർഡായിട്ട് മാറുന്നു. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം മണ്ണൊലിപ്പിൽ പലപ്പോഴും എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുടെ നാശത്തിന് കാരണമാകാം. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് സച്ച് ആസ് ഡാംസ്, ഡ്രെയിനേജസ് ആൻഡ് എംബാങ്ക്മെൻറ്റ്സ്. ഇതെല്ലാം എന്താണ് ഇതിൻ്റെ എല്ലാം നാശത്തിനും ഇതിനെല്ലാം കേടുപാട് സംഭവിക്കാൻ കാരണമാകാം. ദി അക്യൂമുലേഷൻ ഓഫ് സോയിൽ സെഡിമെൻറ്റ്സ് ഇൻ ഡാംസ്, ഡ്രെയിനേജ് ആൻഡ് along embankments can reduce their operational lifetime and efficiency. ഇപ്പം ഡാംസിൻ്റെയും ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെയും ഒക്കെ ലൈഫിനെയും എഫിഷ്യൻസിയെയും വളരെ അഡ്വേഴ്സായിട്ട് ദോഷകരമായിട്ട് സോയിൽ ഇറോഷൻ അഫക്റ്റ് ചെയ്യാം. ദെൻ ഡെസർട്ടിഫിക്കേഷൻ എന്താണ് മരുഭൂമിവൽക്കരണം. സോയിൽ ഇറോഷൻ പലപ്പോഴും
ഡെസേർട്ടിഫിക്കേഷന് കാരണമാകുന്നു. അപ്പം സോയിൽ ഇറോഷൻ വരുന്നതോടുകൂടി ആ ഏരിയയിൽ അല്ലെങ്കിൽ ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി കുറയുന്നു. വളക്കൂർ നഷ്ടമാകുന്നതോടുകൂടി എന്താണ്, ആളുകൾ ഇത് ഉപേക്ഷിക്കുന്നു, ബാരൻ ലാൻഡായിട്ട് മാറുന്നു. സ്ലോലി ദാറ്റ് ബിക്കംസ് ഡെസേർട്ടിഫിക്കേഷൻ. നമ്മുടെ ഈ താർ മരുഭൂമിയൊക്കെ ഒരു കാലത്ത് എന്താണ്, ആരബിൾ ലാൻഡായിരുന്നു, കൃഷിഭൂമിയായിരുന്നു. താർ മരുഭൂമിയുടെ ഒരു വലിയ മേജർ പോർഷൻ ഒരു കാലത്ത് നല്ല വളക്കൂറുള്ള കൃഷിഭൂമിയായിരുന്നു. അവിടെ മനുഷ്യൻ്റെ മിസ്മാനേജ് കൊണ്ടാണത് മരുഭൂമിയായിട്ട് മാറിയത്. ഇപ്പം ഡെസർട്ടിഫിക്കേഷന് കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് വേസ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. നമുക്ക് ഏതൊക്കെ രീതിയിൽ സോയിൽ ഇറോഷനെ തടയാം? വേസ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. വൺ ഈസ് വെജിറ്റേഷൻ. വെജിറ്റേഷൻ എന്താണ്? പ്ലാന്റിങ് ട്രീസ്. So the simplest and most natural way to prevent soil erosion is through planting vegetation. Plants establish root system which stabilizes the soil and prevents soil erosion. എന്താണ്? വൃക്ഷങ്ങളുടെ വേരുകൾ മണ്ണിനെ പിടിച്ചു നിർത്തുകയും മേൽമണ്ണ് ഒലിച്ചു പോകുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് എന്താണ്? വെജിറ്റേഷൻ, പ്ലാന്റിങ് ട്രീസ്. ദെൻ സെക്കൻഡ്ലി ജിയോ ടെക്സ്റ്റൈൽസ്. അതൊരു കൃത്രിമമായ പരിപാടിയാണ്. മണ്ണിനെ ഭൂവസ്ത്രം അണിയിക്കുന്നു. ഏരിയ എന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ നെയ്തെടുക്കുന്ന ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഭൂമിയുടെ മുകളിൽ വിരിക്കുന്നു. അതിൻ്റെ മുകളിൽ മണ്ണ് വിതറിയതിനു ശേഷം ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നു. കുറ്റിച്ചെടികളും മറ്റും പുല്ലും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നു. ഇതെന്താ? ജിയോ ടെക്സ്റ്റൈൽസ്. ദീസ് ആർ ഫാബ്രിക്സ് യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് സോയിൽ. യൂസിങ് ജിയോ ടെക്സ്റ്റൈൽസ് ഈസ് എൻ എഫക്റ്റീവ് മെത്തഡ് ആസ് ഇറ്റ് സ്റ്റെബിലൈസസ് സോയിൽ. മണ്ണിനെ പിടിച്ചു നിർത്തുന്നു. വെൻ യൂസ് വിത്ത് ഗ്രോയിങ് വെജിറ്റേഷൻ ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ്. ദർ ആർ 3 മെയിൻ ടൈപ്സ് ഓഫ് ജിയോ ടെക്സ്റ്റൈൽസ്: വോവൺ, നോൺ വോവൺ ആൻഡ് കൊയർ. വോവൺ, നോൺ വോവൺ ആൻഡ് കൊയർ. നമ്മൾ കയർ ഭൂവസ്ത്രം കേരളത്തിൽ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിരിക്കുന്നതും കേരളത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? കയറാണ്. കയർ ഭൂവസ്ത്രം. നമ്മൾ ചകിരി നാര് കൊണ്ട് പിരിച്ചെടുക്കുന്ന കയറ് വലിയ ക്ലോത്ത് പോലെ, എന്താണ്, ഒരു നെറ്റ് പോലെ നെയ്തെടുത്തതിന് ശേഷം അതുകൊണ്ട് മണ്ണിനെ തടഞ്ഞു നിർത്തുന്നു. അതിൻ്റെ മുകളിൽ പുല്ലും മറ്റുമൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ എന്താണ്? ദാറ്റ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. ഇപ്പോൾ ജിയോ ടെക്സ്റ്റൈൽസ് രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. മൂന്നാമത് മൾച്ച് ഓർ ഫെർട്ടിലൈസർ ഓർ റോക്സ്. മൾച്ച് എന്ന് പറഞ്ഞാൽ എന്ത്? ഈ ഡീക്കേയിങ് ലീവ്സും അതുപോലെ മരച്ചില്ലകളും ഒക്കെ. അപ്പോൾ അതൊരു കട്ടി എന്താണ്? അതൊരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നു. ഇത് നമ്മൾ കൊണ്ടുപോയി മണ്ണിൻ്റെ മുകളിൽ വിതറിക്കഴിയുകയും അങ്ങനെ വിതറിക്കഴിയുമ്പോൾ എന്താണ്? അതിലേക്ക് സസ്യങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങും. അങ്ങനെ ആ മേൽമണ്ണിൻ്റെ ഒലിപ്പിനെ തടയുന്നു. മൾച്ച് ഓർ ഫെർട്ടിലൈസ് ഓർ റോക്സ്. ദെൻ റീറ്റെയിനിങ് വാൾ, റീടെൻഷൻ വാൾ. ഇപ്പോൾ നമ്മൾ ഈ വഴി സൈഡിലൊക്കെ കാണാം റീടെൻഷൻ വാൾ. അപ്പം മണ്ണിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി തന്നെ ഭിത്തി കെട്ടുന്നു, റീടെൻഷൻ വാൾസ്. ഇതൊക്കെ ഈ ഹിമാലയൻ റീജിയനിലൊക്കെ എല്ലാ റോഡ് സൈഡും റീടെൻഷൻ വാൾസ് ഉണ്ട്. കാരണം അവിടെയെല്ലാം എപ്പോൾ വേണമെങ്കിലും റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നു പോകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. റീടെൻഷൻ വാൾസിൻ്റെ കൺസ്ട്രക്ഷൻ. ദെൻ ഇംപ്രൂവിങ് ഡ്രെയിനേജ് ഫെസിലിറ്റി, ഡ്രെയിനേജ് സിസ്റ്റം. ഇതും സോയിൽ ഇറോഷൻ തടയുന്നതിന്, ഇത് ലാൻഡ് സ്ലൈഡും സോയിൽ ഇറോഷനും എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് പ്രോപ്പർ ആൻഡ് ഇംപ്രൂവ് ഡ്രെയിനേജ് സിസ്റ്റം. ഇപ്പം മഴവെള്ളത്തിനും അല്ലെങ്കിൽ നമ്മുടെ അരുവികളിൽ, നമ്മുടെ ഉറവകളിൽ നിന്നുമൊക്കെ വരുന്ന വെള്ളം കൃത്യമായിട്ടും അത് ഒഴുകി പോകുന്നതിനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തുക. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം. ദെൻ ഇത് ഇത്രയും എന്താണ്? വേസ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷനാണ്. നമ്മൾ അതിൻ്റെ അകത്തൊരു 5 വേസാണ് പഠിച്ചിരിക്കുന്നത്: വെജിറ്റേഷൻ, ജിയോ ടെക്സ്റ്റൈൽസ്, മൾച്ച് ഓഫ് ഫെർട്ടിലൈസർ ഓർ റോക്സ്, റീറ്റെയിനിങ് വാൾ ആൻഡ് ഇംപ്രൂവ് ഡ്രെയിനേജ്. ദെൻ മൂന്നാമത്തെ ഒരു കാരണമായിട്ട് പറയുന്നതാണ് എന്തിനു വേണ്ടിയാണ്? ലാൻഡ് ഡിഗ്രഡേഷൻ്റെ കാരണങ്ങളാണ്. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പം മൂന്നാമത്തെ റീസൺ ഡെസർട്ടിഫിക്കേഷൻ, മരുഭൂമിവൽക്കരണം. ഇപ്പം നമ്മൾ കൃഷിഭൂമികൾ കാലക്രമേണ മരുഭൂമിയായിട്ട് മാറുന്നു. ഇത് മെയിൻലി ഡ്യൂ ടു ദി മിസ്മാനേജ്മെൻറ്റ് ഓഫ് ലാൻഡ്. ഡെസർട്ടിഫിക്കേഷൻ ഇസ് എ സ്ലോ പ്രോസസ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ ദാറ്റ് ലീഡ്സ് ടു ഡെസേർട്ട് ഫോർമേഷൻ. അപ്പം സാവധാനത്തിൽ ദീർഘകാലം എടുത്തുള്ളൊരു പ്രോസസ്സാണ്. ലാൻഡ് ഡിഗ്രഡേഷനിലൂടെ ഡെസേർട്സ് ആയിട്ട് മാറുന്നു. അവിടുത്തെ
വെജിറ്റേഷൻ അപ്രത്യക്ഷമാകുന്നു, പുൽച്ചെടികൾ പോലും അപ്രത്യക്ഷമാകുന്നു. പിന്നീട് എന്താണ്, വളരെ സാവധാനത്തിൽ ഈ ലാൻഡ് ഡെസേർട്ടായിട്ട് മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ താർ മരുഭൂമി ഇങ്ങനെ കൃത്രിമമായിട്ട് മാറ്റപ്പെട്ടതാണ് മനുഷ്യൻ്റെ മിസ്മാനേജ്മെൻറ്റ് ഓഫ് ലാൻഡ് കാരണം. സോ ഇറ്റ് മേ റിസൾട്ട് ഐദർ ഡ്യൂ ടു നാച്ചുറൽ ഫിനോമിനൻ ലിങ്ക് ടു ക്ലൈമാറ്റിക് ചേഞ്ച് ഓർ ഡ്യൂ ടു അബ്യൂസീവ് യൂസ് ഓഫ് ലാൻഡ്. ചിലപ്പം പ്രകൃതിയുടെ ഫിനോമിനൻ, നാച്ചുറൽ ഫിനോമിനൻ മൂലവും പ്രകൃതിയുടെ പ്രതിഭാസമായിട്ട് വേണമെങ്കിൽ സംഭവിക്കാം, അല്ലെങ്കിൽ എന്താണ്, മനുഷ്യൻ്റെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് സംഭവിക്കാം. ദി മെയിൻ കോസ് ഓഫ് ഡെസർട്ടിഫിക്കേഷൻ ഈസ് നോട്ട് ഡ്രൗട്ട്. വരൾച്ചയല്ല ഡെസർട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം, ബട്ട് മിസ്മാനേജ്മെൻറ്റ് ഓഫ് ലാൻഡ്. ഭൂമിയുടെ മിസ്മാനേജ്മെൻറ്റാണ് ഡെസർട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണപ്പെടുന്നത്. അപ്പം പ്രധാനമായിട്ടും എന്താണ്, മിസ്മാനേജ്മെൻറ്റ് ഓഫ് ലാൻഡ് ഇൻക്ലൂഡിങ് ഓവർ ഗ്രേസിങ് ആൻഡ് ഫെല്ലിങ് ഓഫ് ട്രീസ് ഫോർ ഫ്യൂവൽസ്. ഓവർ ഗ്രേസിങ്, കൂടുതലായിട്ട് കാറ്റിൽ നമ്മളെന്താണ്, വളർത്തുമൃഗങ്ങളെ വിട്ട് പുല്ല് മുഴുവൻ തിന്നു നശിപ്പിക്കുന്നു. അതുപോലെ വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു, ഫയർവുഡിനും മറ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസിനുമൊക്കെ ആയിട്ട്. ഇത് സാവധാനത്തിൽ ഡെസർട്ടിഫിക്കേഷനിലേക്ക് തിരിയുന്നു. ഫോർ എക്സാമ്പിൾ, ദി താർ ഡെസേർട്ട് ഇൻ ഇന്ത്യ വാസ് ഫോംഡ് ബൈ ഡീഗ്രഡേഷൻ ഓഫ് തൗസൻഡ്സ് ഓഫ് ഹെക്ടേഴ്സ് ഓഫ് പ്രൊഡക്റ്റീവ് ലാൻഡ്. ഇപ്പം താർ മരുഭൂമിയുടെ ഒരു മേജർ പോർഷൻ ഒരു കാലത്ത് വളക്കൂറുള്ള കൃഷിഭൂമിയായിരുന്നു. അത് മനുഷ്യൻ്റെ ഒരു മിസ്മാനേജ്മെൻറ്റ് ഓഫ് ലാൻഡ് കൊണ്ടാണ്, മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടാണ് താർ മരുഭൂമിയുടെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ സൃഷ്ടിക്കപ്പെട്ടത്. ദെൻ റീസൺസ് ഫോർ ഡെസർട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. ദി ഫസ്റ്റ് വൺ ഈസ് മിസ്മാനേജ്മെൻറ്റ് ഓഫ് ലാൻഡ്. മിസ്മാനേജ്മെൻ്റ് അകത്ത് എന്താ, ഓവർ കൾട്ടിവേഷൻ, ഓവർ ഇറിഗേഷൻ, ഓവർ ഗ്രേസിങ്, ഫില്ലിംഗ് ഓഫ് ട്രീസ് എക്സെട്ര. സെക്കൻഡ് റീസൺ ഈസ് ഓവർ ഗ്രേസിങ് by cattle, domesticated cattle. മനുഷ്യൻ്റെ വളർത്തുമൃഗങ്ങൾ എന്താണ്, ഓവറായിട്ട് പുൽമേടുകളിലെ ഗ്രാസ് മുഴുവൻ തിന്നു നശിപ്പിക്കുന്നു. അതോടുകൂടി എന്താണ്, ഗ്രാസിൻ്റെ വളർച്ചയില്ലാതാകുന്നു, ഗ്രാസ് അപ്രത്യക്ഷമാകുന്നു. അതോടുകൂടി അതെന്താണ്, അതിൻ്റെ മേൽമണ്ണ് സാവധാനത്തിൽ ഒലിച്ചുപോയി കാലക്രമേണ മരുഭൂമിയായിട്ട് മാറുന്നു. ദെൻ ക്ലിയറിംഗ് ഓഫ് ലാൻഡ്. ഇപ്പം ഭൂമിയെ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയും ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയും അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ഒരു ലിവിങ് പർപ്പസിന് വേണ്ടി, വീട് പണിയുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നതും ഡെസർട്ടിഫിക്കേഷന് കാരണമാകാം. ദെൻ ക്ലൈമാറ്റിക് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം. സോ ആസ് എ റിസൾട്ട് ഓഫ് വെജിറ്റേഷൻ റിമൂവൽ, ദി ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ് അഫക്ട്സ് ദി ഓവറോൾ എൻവയൺമെൻറ്റ്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ്, റിമൂവൽ ഓഫ് വെജിറ്റേഷൻ, മനുഷ്യൻ്റെ പ്രവൃത്തി കാരണം ഒരു ഏരിയയിലെ വെജിറ്റേഷൻ ഇല്ലാതാവുന്നു. അപ്പോൾ അവിടുത്തെ സസ്യങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി അത് ക്ലൈമറ്റിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് വെജിറ്റേഷൻ ഓൺ ദി ലാൻഡ് ദർ വിൽ ബി നോ മോയ്സ്ചർ ഇൻ ദി സോയിൽ ടു ഇവാപ്പറേറ്റ് ആൻഡ് ഫോം ക്ലൗഡ്സ് ദാറ്റ് കോസ് റെയിൻഫോൾ. ഇപ്പോൾ വെജിറ്റേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ്, വെജിറ്റേഷൻ ഇല്ലാതാകുന്നതോടുകൂടി ക്ലൗഡ് ഫോർമേഷൻ ഇല്ലാതാവും, മണ്ണിൽ മോയ്സ്ചർ ഇല്ലാതാവും. അതോടുകൂടി ആ ഏരിയയിൽ എന്താണ്, മഴയുടെ ലഭ്യത കുറയും. അങ്ങനെ സാവധാനത്തിൽ ആ ഏരിയ ഡെസേർട്ടായിട്ട് മാറുന്നു. നെക്സ്റ്റ് ഈസ് ഓവർ കൾട്ടിവേഷൻ. അതുപോലെ എന്താണ്, ഓവർ കൾട്ടിവേഷൻ. ലാൻഡ് ഈസ് മെയിൻലി മെൻ ഫോർ ഫെയർ കൾട്ടിവേഷൻ. ഇപ്പോൾ ഭൂമി എന്താ, ഒരു കൃത്യമായ രീതിയിൽ വേണം അതിൽ കൾട്ടിവേഷൻ നടത്താനായിട്ട്. ഫെയർ കൾട്ടിവേഷൻ, ഭൂമിയുടെ ഘടനയെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം കൃഷി നടത്താനായിട്ട്. So over cultivation leads to loss of fertility and moisture content of the soil, leading to formation of deserts. Over cultivation is another reason. Then outdated agricultural techniques. കാലഹരണപ്പെട്ടു പോയ പ്രിമിറ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ടെക്നിക്സ്. നമ്മുടെ ഈ കനാൽ ഇറിഗേഷനൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പം ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു മിസ്റ്റ് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷനും മാറി മിസ്റ്റ് ഇറിഗേഷനാണ്. വളരെ നേരിയതിൽ മഞ്ഞ് പോലെയുള്ള ജലകണങ്ങളെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ എന്താ, വളരെ കുറഞ്ഞ അളവിൽ മതി. ഇപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കാലം കഴിഞ്ഞിട്ട് മിസ്റ്റ് ഇറിഗേഷനിലേക്ക് മാറിയിരിക്കുന്നു. നമ്മളുടെ കർഷകർ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഹരിയാനയിലും പഞ്ചാബിലും യു പിയിലും ഒക്കെ എന്താ, വലിയ കനാലുകളിലൂടെ വെള്ളം കൊണ്ടുപോയിട്ട് വെള്ളം കയറ്റി വിടുക ചെയ്യുന്നു.
അപ്പോൾ ആവശ്യത്തിനുള്ളതിൻ്റെ 10 ഇരട്ടി വെള്ളം മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ എന്താണ് ഓവർ ഇറിഗേഷൻ, ഇതൊരു ഔട്ട്ഡേറ്റഡ് ടെക്നിക്കാണ്, കനാൽ ഇറിഗേഷൻ. സോ ഇത് കൂടുതലായിട്ട് എന്താണ് ഫെർട്ടിലിറ്റി, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടമാവുന്നതിനും ഡെസർട്ടിഫിക്കേഷനും കാരണമാവുന്നു. ദെൻ ഓവർ പോപ്പുലേഷൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താ ഓവർ പോപ്പുലേഷൻ ഗ്രോത്ത്. ഇപ്പം ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ഇൻക്രീസിങ് ഡെസർട്ടിഫിക്കേഷൻ. മരുഭൂമിവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഓവർ പോപ്പുലേഷനാണ്. ജനസംഖ്യ കൂടുന്നതോടുകൂടി കൂടുതൽ ഏരിയ എന്താണ് ഡ്വെല്ലിംഗ് പർപ്പസിന് വേണ്ടി, വീടുകൾ പണിയുന്നതിന് വേണ്ടി, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിക്ക് വേണ്ടി വെട്ടി നശിപ്പിക്കുന്നു. അതോടുകൂടി എന്താണ് ഫോറസ്റ്റ് കവറേജ്, വെജിറ്റേഷൻ കവറേജിൻ്റെ കീഴിൽ വരുന്ന ലാൻഡ് ഏരിയ ഷ്രിങ്ക് ചെയ്യപ്പെടുന്നു, ചുരുങ്ങി അത് ഇല്ലാതാവുന്നു. അപ്പം അതും പ്രധാനമായിട്ടും എന്താണ് ഒരു ഡെസർട്ടിഫിക്കേഷന് കാരണമാവാം. അല്ലെങ്കിൽ എന്താ ഇൻക്രീസ് അർബനൈസേഷൻ ക്യാൻ കോസ് ഡെസർട്ടിഫിക്കേഷൻ. ഈ 6 കാരണങ്ങളാണ് നമ്മൾ ഡെസർട്ടിഫിക്കേഷന് പ്രധാനമായിട്ടും മെൻഷൻ ചെയ്യുന്നത്. അടുത്ത കൺട്രോൾ ഓഫ് ഡെസർട്ടിഫിക്കേഷൻ. നമുക്ക് എങ്ങനെ ഈ ഡെസർട്ടിഫിക്കേഷനെ കൺട്രോൾ ചെയ്യാം? ഇപ്പോൾ ഡെസർട്ടിഫിക്കേഷൻ മണ്ണിൻ്റെ വളക്കൂറില്ലാതാവുന്നു, അപ്പം അതോടുകൂടി ഡെസേർട്ടിൻ്റെ ഏരിയ കൂടുന്നു, ക്ലൈമറ്റിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നപ്പം ഇതൊക്കെ എങ്ങനെ നമുക്ക് തടയാം? ഹൗ ടു കൺട്രോൾ ഓർ പ്രിവെൻറ്റ് ഡെസർട്ടിഫിക്കേഷൻ. Desertification can be controlled by afforestation and planting of soil binding grasses. Afforestation ലാർജ് സ്കെയിലായിട്ട് വലിയ രീതിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇപ്പം നമ്മുടെ എന്താണ് പ്രകൃതിയിലെ മുക്കാലും പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന അഫോറസ്റ്റേഷനാണ്. ഡീഫോറസ്റ്റേഷനും അഫോറസ്റ്റേഷനും, വനനശീകരണം, അതുപോലെ എന്താണ് വനവൽക്കരണം, ലാർജ് സ്കെയിൽ പ്ലാന്റേഷൻ ഓഫ് ട്രീസ്, ദെൻ അതുപോലെ തന്നെ പ്ലാന്റിങ് ഓഫ് സോയിൽ ബൈൻഡിങ് ഗ്രാസസ്, മണ്ണിനെ പിടിച്ചു നിർത്തുന്ന ഗ്രാസസ്, മെയിൻലി ബാംബു വെറൈറ്റി, അത് മണ്ണിനെ പിടിച്ചു നിർത്തുന്ന സോയിൽ ബൈൻഡിങ് ഗ്രാസസ്. ദാറ്റ് ക്യാൻ ചെക്ക് സോയിൽ ഇറോഷൻ, ഫ്ലഡ് ആൻഡ് വാട്ടർ ലോഗിങ്. ദെൻ ഡെസർട്ടിഫിക്കേഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് മിക്സ് ക്രോപ്പിംഗ് വിച്ച് ഇംപ്രൂവ് ദി ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. അപ്പോൾ നമുക്കെന്താണത് ക്രോപ്പ് റൊട്ടേഷൻ, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പം പല വിളകൾ കാലാകാലമായിട്ട് ഒരൊറ്റ ക്രോപ്പ് മാത്രമല്ല പല തരത്തിലുള്ള കൃഷിയിലേക്ക് മാറുക. അപ്പം അത് ആ ഭൂമിയുടെ ഫെർട്ടിലിറ്റി നിലനിർത്താൻ സഹായകമാകും. ക്രോപ്പ് റൊട്ടേഷൻ. ദെൻ ഡെസർട്ടിഫിക്കേഷൻ ക്യാൻ ബി ചെക്ക് ബൈ ആർട്ടിഫിഷ്യൽ ബണ്ട്സ് ആൻഡ് കവറിംഗ് ദി ഏരിയ വിത്ത് പ്രോപ്പർ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. കൃത്രിമമായിട്ട് ബണ്ടുകൾ നിർമ്മിക്കുകയും അതുപോലെ ഓരോ ഏരിയയ്ക്കും സൂട്ടബിൾ ആയിട്ടുള്ളൊരു വെജിറ്റേഷൻ സൂട്ടബിൾ ആയിട്ടുള്ള കൃഷിയിലേക്ക് മാറുക. ഡെസർട്ടിഫിക്കേഷൻ ക്യാൻ ബി ചെക്ക് ബൈ ഷിഫ്റ്റിംഗ് ഓഫ് സാൻഡ് ബൈ മൾച്ചിങ്. നമ്മളെന്തായി മൾച്ചിങ്ങിലൂടെ ഡീകമ്പോസ്ഡ് ആയിരിക്കുന്ന നമ്മൾ ഇലകളും അതുപോലെ മരച്ചില്ലകളും എല്ലാം കൂടെ കവർ ചെയ്യുക, മേൽമണ്ണ് ഒരു കവർ കൊടുക്കുക, അവിടെ പ്ലാന്റ് ഗ്രോ ചെയ്യുക. അപ്പം അതും ഡെസർട്ടിഫിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായകമാകുന്നു. ദെൻ ഡെസർട്ടിഫിക്കേഷൻ ക്യാൻ ബി കൺട്രോൾ ബൈ ചെക്കിംഗ് സലൈനിറ്റി ഓഫ് ദി സോയിൽ. മണ്ണിൽ ലവണാംശം കൂടുന്ന ആ ഒരു ഫിനോമിൻ അത് പ്രിവെൻറ്റ് ചെയ്യുക. സലൈനിറ്റി അതിൻ്റെ പ്രത്യേകത എന്താ? സലൈനിറ്റി കൂടിക്കഴിഞ്ഞാൽ വളക്കൂറില്ലാതാവും, ആ ഒരു മണ്ണിൽ സസ്യങ്ങൾ വളരാതാവും. അപ്പം അതോടുകൂടി അതും സ്ലോലി ഡെസേർട്ടായിട്ട് മാറും. So, desertification can be controlled by checking salinity of soil through improved drainage. ഇപ്പോൾ സലൈനിറ്റി പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഡ്രെയിനേജ് ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യുക. വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് സലൈനിറ്റിയുടെ ഒരു മെയിൻ റീസൺ, വാട്ടർ ക്ലോഗിങ്. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ഡെസർട്ടിഫിക്കേഷൻ്റെ കൺട്രോൾ മെത്തഡ്സ് ആയിട്ട് വേസ് ടു കൺട്രോൾ ഡെസർട്ടിഫിക്കേഷനാണ്. ദെൻ അടുത്തെന്താ? സലൈനേഷൻ. ഇതെല്ലാം ലാൻഡ് ഡിഗ്രഡേഷൻ്റെ കാരണങ്ങളാണ്. Salination refers to increase in the concentration of soluble salts in the soil. Poor drainage for irrigation and flood waters result in accumulation of dissolved salts on the soil surface. ഇതെന്താണ്? പ്രധാനമായിട്ടും പൂവർ ഇറിഗേഷൻ ഫെസിലിറ്റി, അതുപോലെ ഡ്രെയിനേജ് ഫെസിലിറ്റി, അതെല്ലാം എന്താണ്? മണ്ണിൽ കൂടുതൽ ലവണാംശം അടിഞ്ഞു കൂടുന്നതിന്, വെള്ളക്കെട്ടിനും ലവണാംശം അടിഞ്ഞു കൂടുന്നതിനും കാരണമാകുന്നു.
Salinity can cause loss of fertility of land. Salinity. So the high concentration of salt in soil severely affect the water absorption process of the plants, resulting in poor productivity. Salinity leads to loss of fertility and poor productivity of land. ഇനി അഞ്ചാമത്തെ ഒരു റീസൺ ആയിട്ട് എന്താണ്? വാട്ടർ ലോഗിങ്, വെള്ളക്കെട്ടുകൾ. Water logging means accumulation of water. It may be due to surface flooding or due to high water table. സർഫസ് ഫ്ലഡിങ്, ഉപരിതലത്തിൽ വെള്ളം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ എന്താണ് ഭൂഗർഭജലത്തിൻ്റെ ലെവൽ ഉയർന്നു വരിക, ഹൈ വാട്ടർ ടേബിൾ, ഇതൊക്കെ വാട്ടർ ലോഗിങ്ങിന് കാരണമാകാം. എക്സസീവ് യൂസ് ഓഫ് കനാൽ ഇറിഗേഷൻ ഡിസ്റ്റർബ് ദി വാട്ടർ ബാലൻസ് ആൻഡ് ക്രിയേറ്റ് വാട്ടർ ലോഗിങ് ആസ് എ റിസൾട്ട് ഓഫ് സീപ്പേജ് ഓർ റൈസ് ഇൻ ടേബിൾ ഓഫ് ദി ഏരിയ. കൂടുതലായിട്ട് ഇറിഗേഷന് വേണ്ടി കനാലിലൂടെ വെള്ളം കൊണ്ടുവന്ന് കൂടുതൽ ഇറിഗേഷന് പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും വാട്ടർ ലോഗിങ്ങിന് കാരണമാകുന്നു. കനാലിലൂടെ എന്താണ്? ആവശ്യത്തിലധികം വെള്ളം കൃഷിഭൂമിയിലേക്ക് കടത്തിവിടുമ്പോൾ അത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാതെ അവിടെ കെട്ടിക്കിടക്കും. അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്താണ്? അത് വാട്ടർ ലോഗിങ്ങിന് കാരണമാകുന്നു. അപ്പം മണ്ണിലെ വായു സഞ്ചാരം കുറയ്ക്കുന്നു, ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നു. അതോടുകൂടി ആ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറയും. ഇപ്പോൾ വാട്ടർ ലോഗിങ്. വാട്ടർ ലോഗിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൂഷ്യം എന്താണ്? വാട്ടർ ലോഗിങ് ക്യാൻ കോസ് ഡിക്ലൈൻ ഇൻ ദി ഓക്സിജൻ അവൈലബിലിറ്റി ഇൻ സോയിൽ. മണ്ണിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിനും അതുവഴിയായിട്ട് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കുറയുന്നതിനും കാരണമാകുന്നു. അടുത്ത ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. Shifting cultivation, a very popular practice of agriculture prevalent among the many tribal communities. നോർത്ത് ഈസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? ഈ ഹില്ലി ഏരിയയിലേക്ക് പോയിട്ട് കുറേ ഏരിയയിലെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ തീയിട്ട് ചുടും. അതിനുശേഷം അവിടെ അവർക്കാവശ്യമുള്ള നെല്ലും ചോളവും അതുപോലെ ബീൻസും ഒക്കെ കൃഷി ചെയ്യുന്നു. ഇത് 1-2 വർഷം ആ ഏരിയയിൽ കൃഷി ചെയ്തതിന് ശേഷം അവരാ പ്രദേശം ഉപേക്ഷിക്കും, ആ ഏരിയ ഉപേക്ഷിക്കും. പിന്നീട് മറ്റൊരു ഏരിയയിൽ പോയി ഇതേ പ്രോസസ്സ് തന്നെ, എന്താണ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഓർ ജിം കൾട്ടിവേഷൻ പ്രാക്ടീസ് ബൈ ദി ട്രൈബൽസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. മേഘാലയത്തിലും അതുപോലെ അരുണാചൽ പ്രദേശിലും മിസോറാമിലും നാഗാലാൻഡിലും മണിപ്പൂരിലുമൊക്കെയുള്ള ട്രൈബൽസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. ഇപ്പോഴും പല ഏരിയയിലും അവർ ഈ രീതി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. So under this practice, one area is fully destroyed by over-exploitation and is then shifted to another area. This practice has led to complete destruction of forests in many hilly areas of India. നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ പല ഏരിയയിലും പോയി കഴിഞ്ഞാൽ എന്താണ്, വനഭൂമി മുഴുവനും നഷ്ടമായി. ബാരൻ ഹിൽസ് ആണ്. ഈ ബാരൻ ഹിൽസ് എല്ലാ വർഷവും മഴക്കാലത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ലാൻഡ് ഡിഗ്രഡേഷൻ്റെ ഒരു റീസണാണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഇൻ ദി ഹിമാലയൻ റീജിയൻസ്. അർബനൈസേഷൻ. എന്താണ് അർബനൈസേഷൻ? നഗരവൽക്കരണം. Urbanization. Human activities are responsible for land degradation for forest, croplands and grasslands. ഇപ്പോൾ മനുഷ്യനെന്താണ്? ലാൻഡ് ഡിഗ്രഡേഷൻ ഓഫ് ഫോറസ്റ്റിൻ്റെ ക്വാളിറ്റി കുറയുന്നു, ഫോറസ്റ്റിൻ്റെ നാശത്തിന് കാരണമാകുന്നു, നഗരങ്ങൾ വളർന്നു വരുന്നു. സോ ദി പ്രൊഡക്റ്റീവ് ഏരിയാസ് ആർ ഫാസ്റ്റ് റെഡ്യൂസിങ് ബിക്കോസ് ഓഫ് അർബനൈസേഷൻ. ഈ നഗരവൽക്കരണത്തിലൂടെ എന്താണ്? പ്രൊഡക്റ്റീവ് ഏരിയാസ്, കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയുടെ അളവ് കുറഞ്ഞു വരുന്നു. ദി ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ വനഭൂമി എന്താണ്? അത് വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ നഗരങ്ങളും വലിയ ഇൻഡസ്ട്രികളും പടുത്തുയർത്തുന്നു. ഇത് ലാൻഡ് ഡിഗ്രഡേഷന് കാരണമാകുന്നു. പിന്നെ അവസാനത്തെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ 8 കാരണങ്ങളാണ് ലാൻഡ് ഡിഗ്രഡേഷനായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഈ അവസാനത്തെ 8th പോയിൻ്റാണ് സോയിൽ പൊല്യൂഷൻ. മണ്ണിൽ വിഷാംശം കൂടുന്നു, മണ്ണ് പൊല്യൂട്ടഡ് ആകുന്നു. സോ സോയിൽ പൊല്യൂഷൻ സച്ച് ആസ് പെസ്റ്റിസൈഡ്സ്, കെമിക്കൽസ്, റേഡിയോ ആക്റ്റീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആൻഡ് ടിൻ ക്യാൻസ്, ക്ലോസ്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ലാൻഡ് ഡിഗ്രഡേഷന് കാരണമാകുന്നു. ഇതെല്ലാം സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും എല്ലാം മണ്ണിലേക്ക് കൊണ്ടുപോയി തള്ളുന്നു, ഭൂമിയിലേക്ക് തള്ളുന്നതോടുകൂടി ഇതെല്ലാം
ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് മണ്ണിൻ്റെ വളക്കൂർ നഷ്ടമാകുന്നതിനും മണ്ണ് വിഷമയമാകുന്നതിനും കാരണമാകുന്നു. So, have adverse effect on the physical, chemical and biological properties of soil and hence reduces productivity. ഇപ്പോൾ പെസ്റ്റിസൈഡ്സിൻ്റെ ഓവർ യൂസ്, റേഡിയോ ആക്റ്റീവ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇതെല്ലാം എന്താണ്? ലാൻഡ് ഡിഗ്രഡേഷന് കാരണമാകുന്നു. ലോസ് ഓഫ് വെജിറ്റേഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാകാൻ കാരണമാകുന്നു. അപ്പം നമ്മൾ കോസസ് ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ പ്രധാനമായിട്ടും 8 കാരണങ്ങളാണ് മെൻഷൻ ചെയ്ത് സ്റ്റഡി ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്കോസിസ്റ്റംസ്, അടുത്ത മോഡ്യൂളിലേക്ക് കടക്കും. എക്കോസിസ്റ്റംസ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.